നമ്മുടെ മകളാക്കല്ല അല്ലാ. നൂറെ ഹബീബിൻ്റെ മജ്ലിസിനെ ഉയരങ്ങൾ എത്തിക്കണം അല്ലാ. അല്ലാഹുവേ, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അവിടുത്തെ പേരമക്കളോട് കാണിക്കുന്ന നൂറെ ഹബീബിൻ്റെ മുത്തുമണികളാണ്. റസൂലുള്ളാഹിൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ കടക്കാൻ അവർക്കും ഞങ്ങൾക്കും ഈ ഭാഗ്യം നൽകണം അല്ലാഹുവേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും മുറാദിനെ മനസ്സിലാക്കി കൊടുക്കണമല്ല. ഇവിടെ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുക്കണമല്ലാ. സോനേ, എൻ്റെ നൂറെ ഹബീബിൻ്റെ ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്, കൊച്ചു പെങ്ങന്മാരുണ്ട്, കൊച്ചു അനുജത്തിമാരുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണല്ലോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അർശിൻ്റെ തണലിട്ട് കൊടുക്കണമല്ല. അറഫയിൽ വെച്ചുകൊണ്ട് ദ്വാരിക്കാണല്ലോ. വെറുതെയാക്കില്ല റബ്ബേ, നീ വെറുതെയാക്കില്ല റബ്ബേ. എൻ്റെ നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ സമാധാനം നൽകണമല്ലോ. എൻ്റെ വിജയത്തിരുപാട് പെരിയത്തി മക്കളെ സഹായിച്ചവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണം, അർഹമായ പ്രതിഫലം നൽകണമല്ലോ. ഞങ്ങളെ മനസ്സിലാഗ്രഹമുണ്ടൊരു കോളേജ് തുടങ്ങാൻ, ദർസ് പഠിപ്പിക്കുന്ന മക്കളെ ഇൽമ പഠിപ്പിക്കാൻ. അല്ലാഹുവേ, അതൊക്കെ ഞങ്ങൾക്ക് സാധിപ്പിച്ചുകൊണ്ട് റാഹത്ത് നൽകണമല്ലോ. ഒരുപാട് പേര് വേട്ടയാടി, സുബ്ഹാനല്ലാഹ്, അവർക്കൊക്കെ നല്ല ഖൽബ് നൽകണം. രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ, രോഗം തന്ന് പരീക്ഷിക്കില്ല. സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, ബറക്കത്ത് നൽകണമല്ലോ. അല്ലാഹുവേ, സമാധാനം നൽകണമല്ലോ. നൂറെ ഹബീബിൻ്റെ മജ്ലിസ് കാണുന്ന കൂടെ പറപ്പീങ്ങളുണ്ട്. നരകം അവർക്ക് ഹറാമാക്കണം അല്ലാഹുവേ, നരകം അവർക്ക് ഹറാമാക്കണം അല്ലാ. സ്വർഗം അവർക്ക് നീ വാജിബാക്കണം അല്ലാഹുവേ. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമല്ല, സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല. ദാരിദ്ര്യം ഞങ്ങൾക്ക് തരല്ല അല്ലാ, പട്ടിണി ഞങ്ങളെ കടത്തല്ല റബ്ബേ. അല്ലാഹുവേ, ദീനിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണം അല്ലാ. ദീനിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രവാസികളാണ്, മക്കൾ പ്രവാസികളാണ്, ഭർത്താക്കന്മാർ പ്രവാസികളാണ്, മരുമക്കൾ പ്രവാസികളാണ്, പേരമക്കൾ പ്രവാസികളാണ്. ഈ മജ്ലിസ് കാണുന്ന പലരും പ്രവാസികളാണല്ലോ. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, ബറക്കത്ത് നൽകണമല്ലോ. ഒരുപാട് പേരെൻ്റെ കൂടെ ഉംറ ചെയ്തിട്ടുണ്ട് റബ്ബേ. ഉംറ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണമല്ലോ. ഒരുപാട് പേര് ഖബറിലാണല്ലോ. എല്ലാവരും ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ല. എല്ലാവരും ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ല. എല്ലാവരും ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമല്ല, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമല്ല, സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല, ബറക്കത്ത് നൽകണമല്ല. എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണം അല്ലാഹുവേ. ഞങ്ങളെ കണ്ണുനീര് സത്യമാണ് അല്ലാ. എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാ. മുമ്പ് ഞങ്ങളെ കൂടെ ഉംറയ്ക്ക് വന്നവരുണ്ട്, എല്ലാവരും ഉംറയും നീ സ്വീകരിക്കണം, എല്ലാവരും ഉംറയും നീ സ്വീകരിക്കണം അല്ലാ. ആഫിയത്ത് നൽകണമല്ലാ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഉംറ ചോദിച്ചിൻ്റെ മാക്കല്ല അല്ലാ. ശത്രുക്കളെ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല, ശത്രുക്കളെ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല. സമാധാനം നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ.
അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടവരെ ഖബർ വിശാലമാക്കണം അല്ലാഹ്. മരണപ്പെട്ടു പോയപ്പോഴെ ഖബർ വിശാലമാക്കണം അല്ലാഹ്. അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 40 ആളും പാടെ വരാണ്ട്. ഇനി കൂട്ടായിട്ടൊരു ദുആ ഉണ്ട്, മനസ്സിലായില്ലേ? 40 ആളും പാടെ. അപ്പോൾ അത് ഷിഹാബിനിക്ക് വീൽ ചെയറൊക്കെ ഉള്ളല്ല ഒരു മെല്ലെ വരുന്നത്, മനസ്സിലായില്ലേ? കേട്ടാ നിങ്ങൾ ഒരു ഇബ്ലീസ് കണ്ട പഠിച്ച ഉപ്പാണ് അല്ലേ? ദുനിയാവ് അങ്ങനെയാണ്, ദുനിയാവ് അങ്ങനെ. ഓനിപ്പോൾ അതിൽ എഴുതി എന്താ പോയിക്കൊണ്ട് മെച്ചല്ലേ നാളെ ആഖിറത്തിലേക്ക്. ഇതാണ് അള്ളാഹു അതിനായിട്ട് പടച്ച ആളുകളാണ്, അള്ളാഹു അതിനായിട്ട് പടച്ച ആളുകളാണ്. ഡബ്ബർ പന്ത് പോലെയാണ്, എറിയും തോറും നമ്മൾ അള്ളാഹു ഉയർത്തണം. അള്ളാഹു എന്നോ അങ്ങനത്തെ നിലനിർത്തും അല്ലേ? ആരെന്താ പറഞ്ഞിട്ട് എന്താ? മാഷാ അല്ലാഹ്. അള്ളാഹു അല്ലേ അതെ, ആര് താഴ്ത്തി കെട്ടിയാലും അള്ളാഹു എന്താകട്ടെ താഴ്ത്താതിരിക്കട്ടെ അല്ലേ? കിബർ അള്ളാഹു തരാതിരിക്കട്ടെ. ഹസദ് അള്ളാഹു ഓലെവിടെത്തി. അന്ന് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് 40 നമ്മളെ എല്ലാവരും നൂറ് ഹബീബ നോക്കണം. കാരണം എല്ലാ മക്കളും നൂറ് ഹബീബാണ്. ഇപ്പൊ 40 ആളും മറ്റേ ബസ് ഇവിടെ എത്താറേക്കും അവരും കൂടി വന്നിട്ട് ഇവിടുന്ന് നടക്കണേ. ഇതൊക്കെ കുറച്ച് സ്ഥലത്തിൽ ഫാത്തിഹ നമുക്ക് ഈ പുണ്യഭൂമിയിൽ നമുക്ക് ഇനി ഇവിടെ എത്താൻ ഹജ്ജിന്റെ കർമ്മത്തിൽ ഇവിടെ എത്തണം. അതിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് ഹജ്ജ് ഉംറ ചെയ്യുക. ഉംറ നമ്മൾ നിർവഹിച്ചു, ഇനി ഇതുപോലെ നമുക്ക് ഹജ്ജിനും വരാൻ അല്ലാഹു തൗഫീഖ്. ആമീൻ ആമീൻ യാ റബ്ബ്. സലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قديم مقداره العظيم. اللهم صل على سيدنا